ആലുവ തോട്ടക്കാട്ടുകരയിൽ കവർച്ച 7 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. ജോർജ് സേവ്യറിന്റെ വീട്ടിൽ നിന്നാണ് 7 പവൻ സ്വർണം മോഷ്ടിച്ചത്. ജോർജും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഈ ഗൃഹനാഥൻ ജോർജും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. അതിനിടെ എങ്ങനെയാണ് ഈ മോഷണം നടന്ന വിവരം കുടുംബം അറിയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് ഈ മോഷണം നടന്നതെന്ന് വ്യക്തമായിട്ടുണ്ടോ? പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ടോം, ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിരുന്നു. ഈ ജോർജ് സേവ്യറിന്റെ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ആ കുടുംബവും ജോർജും ഓസ്ട്രേലിയയിലാണ്. വീട്ടിൽ സ്ഥിരമായി ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ്. ഈ 3-ാം തീയതി രാത്രി ലൈറ്റ് ഇടാൻ വന്നപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹം തന്നെയാണ് പോലീസിനെ അറിയിച്ചത്. വീടിനകം മുഴുവൻ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, തുടർ നടപടികൾ ആയി പോലീസ് എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് ഫിംഗർ പ്രിന്റ് ശേഖരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 7 പവനാണ് ഈ മോഷണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എസ്.പിയുടെ വീടിനടുത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ അടുത്തായിട്ടാണ് ഈ വീടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് വളരെ പ്ലാൻ ചെയ്തിട്ട് നടത്തിയിട്ടുള്ള ഒരു മോഷണമാണ് എന്നുള്ള കാര്യമാണ് പോലീസും വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ആലുവയിൽ പലയിടത്തുമായി മോഷണം നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതല്ലാതെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാലും ഈ കവർച്ചയുടെ ആലുവ തോട്ടക്കാട്ടുകരയിലാണ് കവർച്ച നടന്നത്. ഈ ജോർജ് സേവ്യർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നുമാണ്. കുടുംബത്തോടൊപ്പം അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. 7 പവനാണ് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഈ സംഭവത്തില് ആ വീട്ടില് സൂക്ഷിച്ചിരുന്ന, അതായത് ഇവർ വിദേശത്തേക്ക് പോയപ്പോൾ വീട്ടിൽ ഈ സ്വർണം സൂക്ഷിച്ചിരുന്നു. പണമോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് സ്വർണം മാത്രമാണോ നഷ്ടമായത്? എന്ന് മാത്രമല്ല, വീട്ടുപകരണങ്ങളൊക്കെ നശിപ്പിച്ച നിലയിലാണ് വീടിനകമുള്ളത്. വീട് മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അത് ശരിക്കും ഈ മോഷണ ശ്രമം നടന്നു എന്നുള്ളത് കാര്യം, ഇതിലെ മോഷണം നടന്നു എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ഈ ലൈറ്റ് ഇടാനായി ഏൽപ്പിച്ചിരുന്ന ആള് അവിടെ എത്തുമ്പോഴാണ്. 3-ാം തീയതിയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത് എന്നാണ് തിരിച്ചറിയുന്നത്. അതായത് ഡിസംബർ 24-നും 4-നും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3-ാം തീയതിയാണ് ഈ ലൈറ്റ് ഇടാനുള്ള ആൾ അവിടെ എത്തിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം എത്തിയിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം 24-ാം തീയതിയും 4-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 23-ാം തീയതി രാത്രി അദ്ദേഹം വന്നപ്പോഴാണ് ഇത്തരത്തിൽ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ കയറി നോക്കിയപ്പോൾ വീടിനുള്ളിൽ സാധന സാമഗ്രികളൊക്കെ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് മോഷണം നടന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തിയ ശേഷമാണ് ഈ ആലുവയും സമീപ പ്രദേശങ്ങളും നിരവധി ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. മോഷ്ടാക്കൾ വിലസുന്നുണ്ട്. നിരവധി ക്രിമിനൽ സംഘങ്ങൾ വിലസുന്ന ഒരു സ്ഥലമാണ്. ഇത് ക്രിസ്മസിന് മുൻപാണ്, തൊട്ട് മുൻപാണ് ഈ ഒരു കവർച്ച നടന്നതെന്ന് പറയുന്നു. ദിവസങ്ങൾക്ക് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവത്തെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ, മോഷ്ടാക്കളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ? എന്താണ് സൂചന? കാരണം ഈ കുടുംബവുമായി അടുപ്പമുള്ളവരാണോ, അതോ നിരവധി ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന പ്രദേശം കൂടിയാണ്, ഇതര സംസ്ഥാനക്കാരിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്? ഇത് എസ്.പി ഓഫീസിന് അടുത്ത് 100 മീറ്റർ അകലത്തിലാണ് ഈ വീടുള്ളത്. ഇവിടെയാണ് മോഷണം നടന്നിട്ടുള്ളത്. പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് കൂടുതൽ അതിശയകരവും. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ ആലുവയിൽ സമീപ പ്രദേശങ്ങളായി നിരവധി മോഷണം നടക്കുന്നുണ്ട്, നിരവധി ക്രിമിനൽ കേസുകൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും പോലീസിന് തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ഡിസംബർ 24-നും 3-നും ഇടയിലുള്ള 4-നും ഇടയിലുള്ള ഒരു സമയം എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ ഒരു സാഹചര്യം തന്നെയാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ ചില കേസുകൾ തെളിയാനുണ്ട്, അതിൽ വ്യക്തതയില്ല. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട്. അതേസമയം ഈ ഒരാഴ്ച സമയം എന്ന് പറയുന്നത് തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള, അതല്ലെങ്കിൽ മറ്റു തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഏറെയാണ്.
ഈ 24-നും ഡിസംബർ 24-നും ജാനുവരി 3-നും ഇടയിലുള്ള സമയം, ജാനുവരി 4-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത് എന്നാണ് പോലീസിന്റെ ഒരു ധാരണ. ജാനുവരി 3-നും ഇടയിൽ, അതായത് ഈ 3-ാം തീയതിയാണ് വീട്ടുകാരെ ഏൽപ്പിച്ചിരുന്ന ആള് ലൈറ്റ് ഇടാൻ വേണ്ടി അവിടെ എത്തുന്നതും മോഷണ ശ്രമം നടന്നുവെന്ന് വ്യക്തമാവുന്നതും അങ്ങനെയാണ്. ആ ഒരാഴ്ച കാലയളവിനുള്ളിൽ തന്നെ ഈ പറഞ്ഞതുപോലെ പ്രതികള് രക്ഷപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ അവര് ഏത് വഴിക്ക് പോയി എന്നുള്ള കാര്യങ്ങൾ, CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വിരലടയാള വിദഗ്ധർ എത്തി സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ്. എന്തായാലും 7 പവനാണ് നിലവിൽ നഷ്ടപ്പെട്ടതായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 7 പവനാണ്. കൂടുതൽ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നോക്കിയത്. ആലുവയിലാണ് SP ഓഫീസിന് തൊട്ട് സമീപത്തെ വീട്ടിലാണ് കവർച്ച നടന്നത്.